മരണസുബിൻ പേര് കേട്ടാൽ തന്നെ അറിയാം അതൊരു ക്രിമിനലാണ്. പക്ഷേ ആ ക്രിമിനലിന് പിന്നിൽ അവനേക്കാൾ വലിയ ക്രിമിനലുകൾ കാക്കി യൂണിഫോം ഇട്ട് തിരുവല്ല സ്റ്റേഷനിൽ ഇരിക്കുന്നു എന്നത് ഈ നാട് ഭയപ്പെടേണ്ട വസ്തുത തന്നെയാണ്. ഒരു സ്ത്രീയെ പിച്ചു ചീന്താൻ ഗുണ്ടകൾക്ക് അനുവാദം നൽകുന്നതാണ് ഇന്ന് പിണറായി സർക്കാരിന്റെ സ്ത്രീ സംരക്ഷണം. സ്ത്രീ സംരക്ഷണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളെ പുറം ലോകം അറിയിക്കാനുണ്ടാക്കിയ ഹേമ കമ്മീഷനൊക്കെ പൂട്ടിക്കെട്ടിയതുപോലെ അപ്പോഴേ അറിയാമായിരുന്നു ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമായിരിക്കുന്നുവെന്ന്. തിരുവല്ലയിലെ സ്പാ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും നീളുന്നു എന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ആരുടെ മുൻപിലാണ് സഹായത്തിനായി പോകേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥ. പലപ്പോഴും പീഡന പരാതികളുമായി ചെല്ലുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പോലീസുകാരും ഇന്ന് ആ വകുപ്പിൽ വിലസുകയാണ്. തിരുവല്ലയിലെ സ്പാ സെന്ററുകൾ ഗുണ്ടകളുടെ മാത്രം സങ്കേതമല്ല, മറിച്ച് ചില പോലീസുകാരുടെയും വിനോദ കേന്ദ്രങ്ങളും വരുമാന മാർഗവുമാണ്. കൃത്യമായി മാസപ്പടി കിട്ടുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കുന്ന ഈ പോലീസുകാർ ആ സ്ത്രീയുടെ നിലവിളി കേൾക്കാത്തതിൽ അത്ഭുതമേയില്ല. യൂണിഫോമിനുള്ളിലെ ഈ ക്രിമിനലുകളാണ് യഥാർത്ഥ പ്രതികൾ. സ്പാ കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യമായി മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ തിരുവല്ല സ്റ്റേഷനിലുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പീഡനം നടന്ന സ്പാ ഉൾപ്പെടെയുള്ള നഗരത്തിലെ സമാന കേന്ദ്രങ്ങളിൽ ചില പോലീസുകാർ നിത്യസന്ദർശകനായിരുന്നു എന്ന്. പ്രതികളായ ഗുണ്ടകൾക്ക് പോലീസിൽ നിന്നും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇത്തരമൊരു ക്രിമിനൽ സംഘത്തിന് നഗരത്തിൽ അഴിഞ്ഞാടുവാൻ പോലീസിന്റെ മൗന അനുവാദം ഉണ്ടായിരുന്നോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങളുമായുള്ള പോലീസിന്റെ വഴിവിട്ട ബന്ധം സേനയുടെ പ്രതിച്ഛായയെ ബാധിച്ച സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈ കർശന ഇടപെടലും എത്തിയിരിക്കുന്നത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങളും സൂചിപ്പിച്ചു കഴിഞ്ഞു. സംഭവ ദിവസം പ്രതികളെ സഹായിച്ചവരും സ്പാ ഉടമകളുമായി വഴിവിട്ട ബന്ധമുള്ളവരും അന്വേഷണ പരിധിയിൽ വരികയാണ്. അതേസമയം തിരുവല്ല നഗരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്പായിൽ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞെട്ടിക്കുന്ന ആ സംഭവം അരങ്ങേറിയത്. കാപ്പ കേസ് പ്രതി മരണസുബിനും കൂട്ടാളികളും പലതവണ സ്പായിലെത്തി ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടു. 50,000 നൽകണം എന്നായിരുന്നു ഭീഷണി. സ്പാ ഉടമ ആവശ്യം തള്ളിയതോടെ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി. പണം കിട്ടില്ല എന്ന് വന്നതോടെ ഫെബ്രുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി. ജീവനക്കാരിയെ വലിച്ചിഴച്ച മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി കഴുത്തിൽ കത്തിവെച്ച ശേഷം ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന 25,000 രൂപ കൈക്കലാക്കിയാണ് സുബിനും കൂട്ടാളികളും സ്ഥലം വിട്ടത്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്നായിരുന്നു ഗുണ്ടകളുടെ ഭീഷണി. കേസെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്നും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ഗുണ്ടകൾക്ക് ലഭിച്ചുവെന്നും ആക്ഷേപം ഉയരുകയാണ്. എന്നാൽ ആരോപണം ജില്ലാ പോലീസ് മേധാവി തള്ളിക്കളഞ്ഞു. കൃത്യമായ മൊഴിയും മറ്റ് തെളിവുകളും ലഭിച്ചതോടെ 3-ാം തീയതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. കേസിൽ 6 പേരാണ് പ്രതികൾ. സുബിൻ ഉൾപ്പെടെ 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. കൊടും ക്രിമിനലാണ് മരണസുബിൻ. പോലീസുകാരെ സ്റ്റേഷനിൽ കയറി ആക്രമിച്ച കേസിലടക്കം പ്രതിയാണ്. ഈ അടുത്താണ് കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞ ജയിൽ മോചിതനായത്. പോലീസ് രാഷ്ട്രീയ ഗുണ്ടാ കൂട്ടുകെട്ടാണ് തിരുവല്ലയിൽ മരണസുബിനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് വളം നൽകുന്നത്. ഒരു വശത്ത് തിരുവല്ലയിൽ പീഡനം നടക്കുമ്പോൾ മറുവശത്ത് മണിയംപിള്ള രാജുവിനെ പോലെയുള്ള VIP-കളെ സംരക്ഷിക്കാൻ പോലീസ് നെട്ടോട്ടമോടുന്ന കാഴ്ചയും കേരളം കാണുകയാണ്. പാവപ്പെട്ടവൻ പരാതിയുമായി ചെന്നാൽ ലോക്കപ്പ് മർദ്ദനം, പണമുള്ളവനും ഗുണ്ടയ്ക്കും ചുവപ്പ് പരവതാനി. ഇതാണ് നിങ്ങൾ പറയുന്ന ജനമൈത്രി പോലീസ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തെ ഗുണ്ടകളുടെ വിളയാട്ട കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ തല്ലിയ ചരിത്രമുള്ളവന് വീണ്ടും അഴിഞ്ഞാടാൻ അവസരം ഒരുക്കുന്നത് രാഷ്ട്രീയ സംരക്ഷണമല്ലാതെ മറ്റെന്താണ്? CPM-ന്റെ തണലിൽ വളരുന്ന ഗുണ്ടാ സംഘങ്ങൾ ഇന്ന് കേരളത്തിലെ സമാധാനപരമായ ജീവിതത്തിന് ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്.